മുസ്ലിം ലീഗ് പാർട്ടി വളരെ കൃത്യമായി പറഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ലീഗ് രാഷ്ട്രീയത്തിന്റെ ഒരു തെളിച്ചമുണ്ട്. അതെന്താണ്? അവസാനം കെട്ടി വളരെ കൃത്യമായി പറഞ്ഞു വന്ന അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ ഒരു അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന പുതിയ നവോത്ഥാനം എന്ന പേരിൽ നടത്തുന്ന ചില വിഡ്ഢിത്തങ്ങളുടെ കൂട്ടായ്മകളും ഏർപ്പാടുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് അപകടകരമായി പരിഹരിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. സഖാവ് പിണറായി വിജയന് ഒരു നവോത്ഥാന നായകനാവാൻ എന്തിനാണ് ഈ കേരളം ഇങ്ങനെ സഹിക്കുന്നത്? അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു പുത്തരിക്കണ്ട നവോത്ഥാന നായകൻ എന്ന പട്ടം കൊടുക്കാവുന്നതാണ് എന്ന് ഞാൻ അന്നേ പറഞ്ഞിരുന്നു. അവിടെയാണ് അദ്ദേഹത്തിന്റെ സകലമായ പ്രസംഗങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളറിയുമോ, കഴിഞ്ഞ 90 ദിവസത്തിനിടയിൽ കേരളത്തില് 4 ഹർത്താലുകൾ നടന്നു. ആലോചിക്കുന്നുണ്ടോ നിങ്ങൾ? ഈ പ്രവാസ ലോകത്തിൽ നിന്ന് 4 ഹർത്താലുകൾ നടന്നു. ഒരു ദിവസം ഈ ഹർത്താലിന്റെ കണക്ക് പുറത്തു വന്നു. 800 കോടി എന്ന് പറഞ്ഞു. ഇന്നത് പറയുന്നത് ഏകദേശം ഉറപ്പിച്ചു പറയുന്ന കണക്ക് 4000 കോടിയുടെ നഷ്ടമുണ്ടായി എന്നാണ്. കേരളം ഒരു മഹാപ്രളയത്തെ അഭിമുഖീകരിച്ചപ്പോൾ നമ്മൾ കേന്ദ്രത്തോട് ചോദിച്ചത് 30,000 കോടിയാണ്. നരേന്ദ്രമോദിയും എന്നാൽ കേരളത്തിന് അനുവദിച്ചത് 3200 കോടിയാണ്. നിങ്ങൾ ഇത് നെഞ്ചിന്റെ ചുമരിൽ എഴുതി വെക്കണം. കേരളം വെള്ളത്തിൽ മുങ്ങി താഴ്ന്നുപോയ ഒരു കാലത്ത് ഇവിടെ SIM ഇവിടെ പ്രസംഗിച്ചല്ല. നിങ്ങൾ പ്രളയത്തിന്റെ ദുരിതമകറ്റാൻ, കഷ്ടപ്പാടുകൾ അകറ്റാൻ ഇപ്പോഴും നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. സെൻട്രൽ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് 3200 കോടി രൂപ വാങ്ങിയെടുത്തു കേരളമെങ്കിൽ 4 ദിവസം കൊണ്ട് ഈ കേരളം നശിപ്പിച്ചത് 4000 കോടിയാണ്. ഈ ഭ്രാന്തൻ രാഷ്ട്രീയത്തെ എന്ത് പേര് ചൊല്ലിയാണ് വിളിക്കേണ്ടത്? ഈ ഭ്രാന്തൻ രാഷ്ട്രീയ രീതികളെ, അല്ലെങ്കിൽ ഇത്രമാത്രം മര്യാദയില്ലാത്ത എന്തായിരുന്നു ആ പ്രളയകാലത്തുണ്ടായിരുന്ന പ്രശ്നം? പ്രളയം തന്നെ ഉണ്ടാക്കിയതാണ്. വെള്ളപ്പൊക്കത്തെ മഹാപ്രളയമാക്കിയ നവോത്ഥാന നായകനാണ് ഇപ്പൊ കേരളത്തിലുള്ളത്. വെള്ളപ്പൊക്കത്തെ പ്രളയമാക്കി മാറ്റാവുന്ന ഒരു വിദ്യ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ആധുനിക ലോകത്ത് ഇതുപോലെ ഒരു സാധനത്തിന്, MM മണിയെ പോലെ ഒരു സാധനത്തിന് ലോകത്ത് എവിടെയും കണ്ടുകിട്ടുക പ്രയാസകരമാണ്. അദ്ദേഹം ഉണ്ടാക്കിയ മഹാ അത്ഭുതമാണ് കേരളത്തിന്റെ വെള്ളപ്പൊക്കത്തെ പ്രളയമാക്കി മാറ്റിയത്. ആ ഉണ്ടാക്കിയ പ്രളയം കേരളത്തില് പറഞ്ഞത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരോട് നിങ്ങളുടെ പണം അറിയാലോ നിങ്ങൾക്ക്, ഞാൻ വിശദീകരിക്കുന്നില്ല. ഞാനന്ന് കണ്ടിട്ടുള്ള ഒരു കാഴ്ചയുണ്ട്. വയനാട്ടില് ഞാൻ ഈ പ്രളയമുണ്ടായ പ്രദേശങ്ങളൊക്കെ സഞ്ചരിച്ച് അതിങ്ങനെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി വരുമ്പോ സൽമാനും അവരൊക്കെ അന്ന് നാട്ടിലുണ്ടായിരുന്നു. അവര് കുറ്റിയാടിയിൽ നിന്ന് കുറെ വണ്ടിയായിട്ട് അങ്ങോട്ട് സാധനങ്ങളുമായി വരുന്നു. 100 കണക്കിന് ആളുകൾ വയനാട്ടിലേക്ക് കയറുകയാണ്. ചുരത്തിൽ നിന്ന് ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ എന്താണ് ചെത്തു പിള്ളേരെന്ന് പറയില്ലേ, ഫ്രീക്കന്മാരായ കുട്ടികൾ, മുടി കൊണ്ട് വരരാജി വിക്രസമൊക്കെ കാട്ടിയിട്ട് ഇങ്ങനെ നടക്കുന്ന കുറെ കുട്ടികളില്ലേ, പുതിയ തലമുറയുടെ ഒരു ട്രെൻഡായിട്ടുള്ള ഒരു ട്രെൻഡായി വരുന്ന പുതിയ കുട്ടികളുണ്ടല്ലോ. നമ്മളവരെ കുറിച്ച് പറയാറുണ്ട്. നിങ്ങൾക്കൊക്കെ KMCC ഹോട്ടലൊക്കെ വന്നിരുന്നിട്ട് നിങ്ങൾ പറയും നിങ്ങൾക്ക് വലിയ പ്രബുദ്ധതയാണ്. ഈ കുട്ടികൾക്കൊന്നും യാതൊരു ഉത്തരവാദിത്വമില്ല. പക്ഷെ ഞാൻ കണ്ടു ആ കുട്ടികളെ, നിങ്ങളൊക്കെ കണ്ടു ആ കുട്ടികളെ. കയ്യിൽ കിട്ടുന്ന സാധനങ്ങളും എടുത്ത് ആ ഫ്രീക്കന്മാരായ കുട്ടികൾ വയനാട്ടിലേക്ക് ഓടി വന്നപ്പോൾ മനസ്സിലായി അവരുടെയൊക്കെ ഹൃദയത്തിൽ നന്മയും സ്നേഹവും ഒക്കെ ഉണ്ടെന്ന്. എല്ലാവരും ഒരുമിച്ച് നിന്നു. നിങ്ങളുടെ ഈ പ്രവാസ ലോകത്ത് നിന്ന് ഒരു പ്രവാഹമായിരുന്നു. നാദാപുരത്തിന്റെ ഭാഗങ്ങളിൽ, കുറ്റിയാടി ഭാഗത്തുള്ള കടകൾ കൊള്ളയടിച്ച പോലെയായിരുന്നു ആ സമയത്ത്. എല്ലാവരും കിട്ടാവുന്ന സാധനം മുഴുവൻ അവിടുന്ന് വാങ്ങി പീഡിയകൾ കാലിയായി. അള്ളാഹു നാട്ടില് ഇനിയും ഐശ്വര്യം പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു അത്ഭുതം പോലെയായിരുന്നു ആ സഹവർത്തിത്വം. എന്തൊരു വല്ലാത്ത മനസ്സായിരുന്നു ആളുകൾക്ക്. കൈയടച്ചു കൊടുത്തു. ആർക്കാ കൊടുത്തത്? ഒരു വകതിരിവില്ലാത്ത, തലക്ക് വെളിവില്ലാത്ത ഒരു മുഖ്യമന്ത്രി രാജ്യം ഭരിച്ചാൽ ഇങ്ങനെയൊക്കെ കൊടുത്തിട്ട് എന്ത് കാര്യമാണുള്ളത്? 3200 കോടി രൂപ കേരളത്തിന് സെൻട്രൽ ഗവൺമെന്റ് ദുരിതാശ്വാസത്തിന്റെ പേരിൽ കൊടുത്തുവെങ്കിൽ 4 ദിവസം കൊണ്ട് തലതിരിഞ്ഞ ഒരു ഗവൺമെന്റിന്റെ പേരിൽ ഉണ്ടായ 4 ഹർത്താലുകൾ 4000 കോടി രൂപ കേരളത്തിന് നഷ്ടമാക്കി. എങ്ങനെയാണ് ഈ രാജ്യത്തിന്റെ സ്ഥിതി എന്ന് നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്ക്. എന്താണിത്? ഇവിടെ പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതിനകത്തുള്ള രാഷ്ട്രീയം. ഞാൻ ഇതിനെ പുറത്തുള്ള രാഷ്ട്രീയം ചോദിക്കട്ടെ. എന്താ നമ്മുടെ രാജ്യത്തിന്റെ വ്യവസ്ഥിതി? സുപ്രീം കോടതി പറഞ്ഞു എന്നാണല്ലോ പേടിപ്പിക്കുന്നത്. സുപ്രീം കോടതി മാത്രമാണോ കേരളത്തിന്റെ അവസാന വാക്ക്? ഇന്ത്യയിലെ അവസാന വാക്ക്? ഇന്ത്യയിൽ നിയമനിർമ്മാണം എന്ന് പറയുന്നത് നടത്തുന്ന കോടതിയാണോ? അല്ല.
ഞാൻ എന്റെ വണ്ടിയിൽ എഴുതി വെക്കാറ്, എല്ലാവരോടും പറയാറുണ്ട്, MLA എന്നല്ല, ഞാൻ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നാണ്. അതെന്താ എഴുതി വെക്കണത്? നമ്മളെ കുട്ടിയൊക്കെ മനസ്സിലാകാൻ വേണ്ടി. നമ്മൾ നിയമം നിർമ്മിക്കുന്ന സഭയിലുള്ള ആളാണ്, അല്ല നിയമം ലംഘിക്കുന്ന സഭയിലുള്ള ആളാണ്. ആൾക്കാരെ വിളികെട്ടാ പലപ്പോഴും അങ്ങനെ ഉണ്ടാവുക. മണൽ പിടിച്ച ലോറി പിടിക്കാനാണ് നമ്മളെ വിളിക്കൽ പലപ്പോഴും. അപ്പോൾ തിരിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് എഴുതുന്നത്? ഇത് മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ്, നിയമം നിർമ്മിക്കുന്ന സഭയാണ്. കായികമില്ലാത്ത മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനെ പോളിച്ചൊക്കെ നിങ്ങൾ ഇനി പഠിക്കാനിരിക്കുന്നു മുഖദ്യമായിരുന്നു, ഞാൻ പറയുന്നില്ല. നിയമം നിർമ്മിക്കുന്നവർക്ക് ചില റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നിയമനിർമ്മാണ സഭയാണ്, പാർലമെന്റ് നിയമനിർമ്മാണ സഭയാണ്. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന നിയമത്തെ വിശദീകരിക്കുന്ന പണിയാണ് കോടതിക്കുള്ളത്. ഇന്ത്യ രാജ്യത്തിൽ ഇന്ന് വരെ ഒരു കോടതിയും നിയമം ഉണ്ടാക്കിയിട്ടില്ല. നിയമം ഉണ്ടാക്കാൻ അവർക്ക് അവകാശമില്ല. നിയമസഭയും പാർലമെന്റും ഉണ്ടാക്കുന്ന നിയമത്തെ വിശദീകരിക്കലാണ് കോടതി. അതുകൊണ്ട് ഈ നിയമം പ്രഖ്യാപിച്ചത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിധി വന്നത് സുപ്രീം കോടതിയിലാണെങ്കിൽ എന്തുകൊണ്ട് സുപ്രീം കോടതിയുടെ മുമ്പിൽ ഓർഡിനൻസിന് പോയി കൂടാ? ഉണ്ടാക്കി കൊണ്ടുവന്നു. കോടതിയുടെ മുമ്പിൽ ഗവൺമെന്റിന് ഒരു ഓർഡിനൻസ് ഉണ്ടാക്കിക്കൂടാ? കേന്ദ്രം ഭരിക്കുന്നത് BJP അല്ലേ? ചെയ്തില്ല. കാരണം കേരളത്തിൽ എല്ലാ തന്ത്രങ്ങളും പയറ്റിയിട്ടും BJPക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. സാധ്യതകളുടെ പഠനം നടക്കുന്നുണ്ട് കേരളത്തിൽ. ആയിക്കൊള്ളട്ടെ, അത് നടക്കട്ടെ. കേരളത്തിനോ ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോഴാണ് ഓർത്തഡോക്സ് സഭയും പാട്രിയാർക്കീസ് സഭയും തമ്മിലുള്ള തർക്കത്തിൽ സുപ്രീം കോടതിയുടെ വിധി വന്നത്. എന്താ പറഞ്ഞത്? പാട്രിയാർക്കീസിന്റെ കയ്യിലുള്ള ആ ചർച്ച്, പള്ളി ഓർത്തഡോക്സ് സഭക്ക് കൈമാറണം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഉമ്മൻചാണ്ടി ഓർത്തഡോക്സ് സഭാ പക്ഷക്കാരനായിരുന്നു. അദ്ദേഹത്തിന് അനുകൂലമായിട്ടായിരുന്നു വിധി. പക്ഷെ ഉമ്മൻചാണ്ടി ഈ പിണറായി വിജയനെ പോലെ ഒരു കപട കള്ളനായിട്ടുള്ള ഒരു എന്താണ് നവോത്ഥാന നായകനാകാൻ നോക്കി നടന്ന ആളല്ല, പച്ചയ മനുഷ്യനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് കോമൺ സെൻസ് വർക്കൗട്ട് ചെയ്തു. എന്താണ്? 1600 പേരുണ്ട് ആര്? പാട്രിയാർക്കീസ് പാട്രിയാർക്കീസ് സമുദായം ആ പള്ളിയിൽ. അവിടെ ആകുള്ളത് 40 ഓർത്തഡോക്സുകാരാണ്. പിന്നെ എങ്ങനെ അവിടെ പോയി ഇത് പള്ളി പിടിച്ചു കൊടുക്കുക? എങ്ങനെയാ നടക്കുക? ഉമ്മൻചാണ്ടി മനോഹരമായി അത് ഫ്രീസ് ചെയ്തു. വർത്തമാനകാലത്തിലെ ടൂളാണ്, ആയുധം. സൂക്ഷിക്കണം എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ട് പറയട്ടെ. 2-3 കാര്യങ്ങൾ നിങ്ങൾ ഗൗരവത്തിൽ മനസ്സിലാക്കണം. ഒന്ന്, ഈ ലോജിക് ഉണ്ടല്ലോ, ഈ യുക്തി വെച്ച് സ്റ്റേറ്റ് വിശ്വാസികൾക്ക് മുകളിൽ ഇടപെട്ടാൽ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകും. യുക്തിയും വിശ്വാസവും തമ്മിൽ വലിയ അന്തരമുണ്ട്. യുക്തിക്ക് കൊണ്ട് വിശ്വാസത്തെ നിങ്ങൾ അളക്കാൻ വരരുത്. ഞാൻ ഒറ്റ കാര്യം പറയാം. നേരത്തെ കേട്ടി പറഞ്ഞു, ഏത് ബാലപീഡനാവും സുന്നത്ത് എന്ന് പറഞ്ഞാൽ, സുന്നത്ത് കല്യാണം, മാർക്ക കല്യാണം എന്ന് പറഞ്ഞാൽ ബാലപീഡനം. സത്യത്തിൽ ഞാൻ പലപ്പോഴും യൂത്ത് ലീഗിന്റെ സംസ്ഥാന പങ്കെടുത്ത് പറഞ്ഞു, സത്യത്തിൽ ബാലപീഡനാണ്. ഞാനൊക്കെ എന്നെ 2 ദിവസം കൂട്ടിയിട്ടാണ്. കൂട്ടത്തിൽ 3 ആളെ ഒരുമിച്ചായിരുന്നു സുന്നത്ത് കല്യാണം. അതിൽ കൂടുതൽ വില്ലൻ ഞാനായതുകൊണ്ട് എന്നെ 2 ദിവസം ഇവരായിട്ട് ബന്ധപ്പെടാതെ കൂട്ടിയിട്ട് കളഞ്ഞു. എന്നിട്ടും കൊതറി ഓടിയിട്ട് കുന്നു കയറിയിട്ടാണ് എന്നെ പിടിച്ചിട്ട് സ്ഥാനം കുറിച്ച് കളഞ്ഞത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇന്നത്തെ കാലത്ത് നിങ്ങളുടെ മക്കൾ നാട്ടിലില്ലേ? 5 വയസ്സുള്ള എന്റെ ചെറിയ മോനോട് എനിക്ക് എന്തൊരു ഇഷ്ടമാണ്. 5ാം ക്ലാസ് പഠിക്കുന്ന മോനാണ്, വലിയ ഇഷ്ടമാണ് എനിക്ക് എന്ന് കരുതി ഞാൻ അവനെ അടിച്ചാൽ, ഞാൻ കേട്ടിക്കവരെ പോലീസ് ക്യാമ്പിന്റെ താഴെയാണ് ഞാൻ താമസിക്കുന്നത്. ഇവന് കുരുത്തക്കെട്ട് നേരെ അവിടെ പോയിട്ട് ഒരു പരാതി എഴുതി കൊടുത്താൽ എന്നെ പോലീസ് അറസ്റ്റ് ചെയ്യും. അതാ നാട്ടിലെ നിയമം. നമ്മളെ മക്കളെന്ന് പറഞ്ഞിട്ടില്ല, കാര്യമില്ല. 5 വയസ്സുള്ള കുട്ടി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എഴുതി കൊടുക്കണ്ട, അവൻ പറഞ്ഞാൽ മതി എന്റെ വാപ്പൻ അകാരണമായി അടിച്ചു. അതാ രാജ്യത്തെ നിയമം. അങ്ങനെയാണെങ്കിൽ ഇത് ബാലപീഡനമാവില്ലേ? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളൊക്കെ മക്കളുടെ കല്യാണമാകുമ്പോൾ നാട്ടിലേക്ക് വെച്ച് പിടിക്കണില്ലേ? എന്തിനാണ്? കൈ കൊടുക്കാൻ. ആർക്ക് കൈ കൊടുക്കാൻ? നിങ്ങളുടെ മകളുടെ കല്യാണത്തിന് നിങ്ങളുടെ പുതിയാപ്പളക്ക് കൈ കൊടുക്കാൻ. മകളെ കെട്ടാൻ വരുന്നുണ്ട്, അതിന് കൈ കൊടുക്കാനല്ലേ പോണത്? അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആരെയാ കെട്ടിച്ചു കൊടുക്കുന്നത്? നിങ്ങളുടെ മോളെ. എത്ര വയസ്സുണ്ട്? 18 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവും. 18 വയസ്സ് കഴിഞ്ഞ ഒരു മകൾ പറയാണ്, ബാപ്പ കണ്ടുപിടിച്ച പുതിയാപ്പളൻ എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കോടതി വിധി എന്താണ്? ഇന്ത്യയുടെ നിയമം എന്താണ്? ആ പെണ്ണ് പറയുന്നവന്റെ കൂടെ ജീവിക്കാൻ ആ പെണ്ണിന് അവകാശമുണ്ട്. എന്ന് വെച്ചാൽ 18 വയസ്സുള്ള ഒരു പെണ്ണ് ഇൻഡിവിജ്വലാണ്, ഒരു വ്യക്തിയാണ്. അറിയാമോ? വാപ്പയെയും ഉമ്മയെയും ആശ്രയിച്ചു കഴിയുന്നവരല്ല. അങ്ങനെയെങ്കിൽ നാളെ പറയാണ്, ഈ കല്യാണത്തിന് കൈ കൊടുക്കുന്നത് എങ്ങനെയാണ്? ഇതാ, ഇന്ന മഹറിന് എന്റെ മകളെ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു, ഇന്ന മഹറിന് ഞാനിതാ
നിങ്ങളുടെ മകളെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. അങ്ങനെ കാണുന്ന വാചകം നാളെ പറയാണ്, ഓള് 18 വയസ്സ് കഴിഞ്ഞ പെണ്ണാണ്, ബാപ്പങ്ങൾ കൈപിടിച്ചു കൊടുത്താൽ പോരാ, പുതിയാപ്പള വേണം കൈപിടിച്ച് സ്വീകരിക്കാൻ. ആരുടെ? പെണ്ണിന്റെ. യുക്തി അതല്ലേ ശരി? അതല്ലേ യുക്തി? മറ്റൊരു വിശ്വാസമാണ്. ഇത് വരില്ലെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ശബരിമലയിൽ പെണ്ണുങ്ങളെ കയറ്റുമ്പോ എന്ന വിഷയത്തിൽ സംസാരിക്കുമ്പോൾ ലീഗ് ഇടപെട്ടതിൽ മുഖം ചുളിക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, സ്ത്രീകൾ പള്ളിയിൽ കയറുന്ന പ്രശ്നം അപ്പൊ അതില്ലാന്ന് വിചാരിക്കുന്നുണ്ടോ? അത് തുടങ്ങി വെച്ചു CPM-ന്റെ കൂലിത്തല്ലുകാരനായ ഒരുത്തൻ തുടങ്ങി വെച്ചത് നിങ്ങൾക്ക് അറിയാമോ? അവർ പറഞ്ഞല്ലോ, എന്താ പറഞ്ഞത്? സ്ത്രീകരണ പള്ളിയിൽ പ്രവേശം. ലീഗുകാരെന്തെങ്കിലും പറയുമ്പോൾ സകലമാൻ ആയുധെടുത്തിട്ട് അവരെ വേക്ക് പായുന്ന ആൾക്കാരൊന്നും പാഞ്ഞു കണ്ടില്ല. സ്റ്റേറ്റ് ഫണ്ട് 10 ഞാൻ കണ്ടിട്ടില്ല കേരളത്തിൽ എവിടെ. അത് കാണുമല്ലോ, നമ്മളല്ലല്ലോ, കുഴപ്പമില്ല. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, സ്ത്രീകൾ പള്ളി പ്രവേശനം നടത്തുന്നില്ലേ? ഇപ്പോ ഉണ്ടല്ലോ. ആരല്ലാത്തത്? ആരാ ചെയ്യാത്തത്? സത്യത്തില് കേരളത്തിലെ ഏറ്റവും വലിയ മതസംഘടനയായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പള്ളികളിൽ യാത്രക്കാരായ സ്ത്രീകൾ നിസ്കരിക്കുന്നില്ല. പള്ളിയോട് ചേർന്നുള്ള കെട്ടിടത്തില് അവർ വേറെ നിസ്കരിക്കുന്നു. പള്ളിയിൽ ഒരു മറയുണ്ടാക്കി നിസ്കരിക്കുന്നു. മുജാഹിദുകൾ ചെയ്യുന്ന അങ്ങനെയാണ്. മുജാഹിദുകൾ അവരുടെ പള്ളികളിൽ ഒരു മറയുണ്ടാക്കി അപ്പുറത്ത് സ്ത്രീകൾ നിസ്കരിക്കുന്നുണ്ട്. എന്നാൽ ഈ കൂലിത്തല്ലുകാരൻ പറഞ്ഞ പള്ളി പ്രവേശനം അങ്ങനെയല്ല. ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ച് ഇമാമും മാമുമായി നിസ്കരിക്കാനാണ്. അത് ഈ സാധുതൊക്കെ മനസ്സിലായോ ഇല്ലെന്ന് എനിക്കറിയില്ല. സ്ത്രീ പള്ളി പ്രവേശനം എന്ന് പറയുന്നത് പുതുതായി ഉണ്ടാക്കേണ്ട കാര്യമില്ല, ഇപ്പോഴും ഉണ്ട്. എന്നാൽ ഇനി നാളെ പറയാൻ പോകുന്നത് അവിടെയാണ്. അപ്പൊ വിശ്വാസത്തിന്റെ മുകളിൽ ഈ ലോജിക്ക് വെച്ച് യുക്തി വെച്ചുള്ള ഇടപെടൽ അപകടകരമാണ്. ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും. 2, വളരെ ആസൂത്രിതമായി കേരളത്തിൽ ലോകത്ത് മുഴുവൻ പരാജയപ്പെട്ടു പോയ കമ്മ്യൂണിസത്തിന്റെ ഒരു പരീക്ഷണശാലയായി മാർക്സിസം കേരളത്തെ ഒരുക്കുക. എന്ന് വെച്ചാൽ ത്രിപുരയിൽ കഴിഞ്ഞു എന്ന് നമുക്കറിയാം. ബംഗാളിൽ സാധ്യതയില്ല. അവസാനം ബാക്കിയുള്ളത് ഇവിടെയാണ്. ഇവിടെ സംഭവിക്കാൻ പോകുന്ന ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കോൺഗ്രസ് ലീഡർഷിപ്പ് കൊടുക്കുന്ന ഒരു മുന്നണി, CPM ലീഡർഷിപ്പ് കൊടുക്കുന്ന ഒരു മുന്നണി, ഒരു ത്രയത്രയങ്ങൾ തമ്മിലുള്ള 3 മുന്നണികൾ ശക്തമായി കേരളത്തിൽ വരട്ടെ. BJP ജയിക്കുമോ ജയിക്കില്ലേ എന്ന സംശയം ഉണ്ടാകുമാറ് BJP വളരട്ടെ. അങ്ങനെ വളരുമ്പോൾ പലയിടത്തും നമുക്കറിയാം നേരെ ഈ വോട്ട് പോകുന്നത് മാർക്സിസ്റ്റ് പാർട്ടിക്കാരനായേക്കാം എന്നതാണ്. അത്തരം വേലത്തരങ്ങൾ മുഴുവൻ കയ്യിലുള്ളത് കൊണ്ട് കേരളത്തിൽ CPM-കാരനെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തെരഞ്ഞെടുക്കുന്ന തരത്തിലേക്ക് മൈനോറിറ്റിയുടെ വോട്ടുകൾ വരണമെങ്കിൽ കോൺഗ്രസ് നിങ്ങളുടെ ശത്രുവാണെന്ന് പറഞ്ഞാൽ ആരിപ്പോ വോട്ട് ചെയ്യില്ലെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. കോൺഗ്രസ് നിങ്ങളുടെ ശത്രുവാന്ന് പറഞ്ഞാൽ ആരും വോട്ട് ചെയ്യാം, ആരും വിശ്വസിക്കാൻ പോണില്ല. BJP-യാണ് മറുഭാഗത്ത്. അവർ ശത്രുക്കളാണെന്ന് പറയാവുന്ന തരത്തിലേക്ക് BJP-യെ രാഷ്ട്രീയമായി വളർത്താനുള്ള അപകടകരമായ ഒരു ഇടപെടൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തുന്നു. ആ പണിയാണ് സഖാവ് പിണറായി വിജയൻ ഇന്ന് നേരിട്ട് നടത്തുന്നത്. രണ്ടാമത്തെ കാര്യം, ഭരണകൂടങ്ങൾ. ഇപ്പോ CPM അടക്കമുള്ള ഭരണകൂടങ്ങൾ തന്നെ പ്രശ്നമുണ്ടാക്കാൻ നേതൃത്വം കൊടുക്കുന്നു ഒരു ഭാഗത്ത്. നിങ്ങൾ പരിശോധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മതിലുണ്ടാക്കിയല്ലോ. എന്തായിരുന്നു മതിലിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം? സ്ത്രീകളെ മതിലിന് തേങ്ങാമണ്ണാക്കുന്നല്ല, തുടങ്ങിയത് ശബരിമലയിൽ നിന്നാണ്. എല്ലാവർക്കും അറിയാം ശബരിമലയാണ് പ്രശ്നം, സ്ത്രീ പ്രവേശമാണ് പ്രശ്നം, അവർക്ക് ഐക്യദാർഢ്യമാണ് മതില്. എന്നിട്ട് എന്തിനാണ് ആ മതിലിൽ അണിചേർന്ന പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ മുസ്ലിം പെണ്ണുങ്ങളെ മാത്രം നിങ്ങൾ കാണിക്കുന്നത്? കേരളത്തിലെ സകല പത്രങ്ങളിലും വന്ന ഫോട്ടോ, സകല സോഷ്യൽ മീഡിയകളിലും പ്രചരിപ്പിച്ച ഫോട്ടോ, സകല ചാനലിലും വന്ന ഫോട്ടോ മുസ്ലിം സ്ത്രീകൾ മതിലിൽ അണിനിരക്കുന്നതാണ്. എന്തിനാണിത്? അതിലും വേറെ രസമൊക്കെ ഉണ്ട്. പർദ്ദട്ടിട്ട് മാത്രമല്ല, പർദ്ദട്ട സ്ത്രീകൾ വരുന്നു എന്നുള്ളത് മാത്രമല്ല, മുഖം മറച്ച് കണ്ണു മാത്രം കാണുന്ന, മുഖം പൂർണ്ണമായും മറച്ച സ്ത്രീകൾ. ഇസ്ലാമിലെ ആളത്ത് നമുക്കറിയാം, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മുൻകൈയും മുഖവും ഒഴിച്ചു അങ്ങനെ സ്ത്രീകൾ അതാണ് അവർ. അതിൽ കുറെ കൂടെ കടന്ന് കണ്ണു മാത്രം കാണുന്ന തരത്തിൽ മുഖം മൂടി വെച്ചവർ, അവരുടെ ഫോട്ടോ കാണിച്ച് കണ്ടോ പരിഷ്കരണം. ആരാ പറയുന്നത്? CPM. മുസ്ലിം സ്ത്രീകൾ പർദ്ദ ധരിക്കുന്നത് കാടത്തമാണ്. എങ്ങനെ ധരിച്ചാൽ? അവര് പെൺകുട്ടികൾ മദ്രസ പോകുമ്പോ, കോളേജിൽ പോകുമ്പോ അങ്ങനെ ധരിച്ചാൽ എന്ത് ചെയ്യും? അവരുടെ പേരിൽ രാജ്യത്ത് വലിയ വിപ്ലവം ഉണ്ടാക്കും. CPM-ന്റെ മതിൽ പർദ്ദട്ട് പോയാലോ
മഹാവിപ്ലവം നടക്കുക ഒരേ രീതിയാണ്. എന്റെ പ്രശ്നം അതല്ല. ഞാൻ നിങ്ങളോട് പറയുന്നത്, നാളെ ഒരു പള്ളിയുമായി ബന്ധപ്പെട്ട പ്രശ്നം നടക്കുന്നുവെന്ന് വിചാരിക്കുക. സ്ത്രീകൾ പള്ളിയിൽ പ്രവേശിക്കണമെന്ന വൈകാരികമായ ഇഷ്യൂസിനെ എടുത്ത് കുഴപ്പമുണ്ടാക്കി പ്രശ്നം വരുന്നു എന്ന് വിചാരിക്കുക. അതിന്റെ പേരിൽ ഒരു മധുരം ഉണ്ടാകുന്നു എന്ന് വിചാരിക്കുക. നാളെ കല്യാണിയമ്മയും സാറാമ്മയും തൊട്ടടുത്തുള്ള ലീലാമ്മയൊക്കെ കയറിയിട്ട് ഒരു മതിലുണ്ടാക്കിയാൽ മുസ്ലിം സഹോദരന്മാരെ, നിങ്ങളുടെ മനസ്സിനകത്തുണ്ടാകുന്ന വികാരം എന്തായിരിക്കും? അതേ വികാരമാണ് ശബരിമല പള്ളി പ്രവേശനത്തിന്റെ പേരിൽ മതിലുണ്ടാക്കാൻ പോയ മുസ്ലിം സ്ത്രീകളുടെ ഫോട്ടോ കേരളത്തിലെ ഹിന്ദു സഹോദരിമാരുടെ മനസ്സിലുണ്ടാക്കുന്നതെങ്കിൽ ഇത് ആസൂത്രിതമായ കുഴപ്പമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. ഇത് ആസൂത്രിതമാണ്, കേവലമായ ഒരു വിഷയം മാത്രമല്ല. സമസ്ത വെല്ലുവിളിച്ചുകൊണ്ട് പോയതാണ് എന്നൊക്കെ പറയുന്ന വൃത്തികെട്ട ആരോപണങ്ങളോ അല്ലെങ്കിൽ അടിസ്ഥാനരഹിതമായിട്ടുള്ള വർത്തമാനങ്ങളോ അല്ല ഇത് ആസൂത്രിതമാണ്. അല്ലെങ്കിൽ എന്തിനാണ് സകലമാന മീഡിയകളും ആസൂത്രിതമായി മുസ്ലിം പെണ്ണുങ്ങൾ പങ്കെടുത്ത ഫോട്ടോ മാത്രം കൊടുക്കുന്നത്? എന്തിനാണ്? അത് കാണുന്ന ഒരു ഹിന്ദു സഹോദരിയുടെ മനസ്സിനകത്തുള്ള വികാരം എന്താണ്? അവരുടെ ക്ഷേത്രത്തിലെ പ്രവേശനം നടത്തുമായി ബന്ധപ്പെട്ട് മുസ്ലിങ്ങൾ പോയിട്ട് അതിന് മതിലുണ്ടാക്കുന്നതിന്റെ രാഷ്ട്രീയം എന്താണ്? ഇതിലും വലിയ വൃത്തികേടുണ്ടോ? ഒരു രാജ്യത്ത് പരസ്പരം സഹവർത്തിത്വത്തിൽ ജീവിക്കുന്ന ഒരു സമുദായത്തിനടക്ക് അപ്പുറവും ഇപ്പുറവും പോയിട്ട് തമ്മിൽ തല്ലിക്കാൻ വേണ്ടി ഈ വൃത്തികെട്ട കുതിരതന്ത്രം ഉപയോഗിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഈ വൃത്തികെട്ട രാഷ്ട്രീയ പാർട്ടികളെ ഈ തോന്നിവാസം ഈ ജനങ്ങൾ തിരിച്ചറിയേണ്ടതല്ലേ? എന്തൊരു അപകടമാണിത്! ആളുകളെ തമ്മിൽ തല്ലിക്കലാണോ? വെട്ടിയും കുത്തിയും കൊന്നൊക്കെ 10,000-ങ്ങളെ കൊല്ലുന്നുണ്ട്. പോരാഞ്ഞിട്ട് അവരുടെ മനസ്സിനകത്ത് അപകടകരമായ ധ്രുവീകരണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്നതാണ് ഇതിനകത്തെ ഏറ്റവും ഗുരുതരമായ ഒരു പ്രശ്നം. അപകടകരമായ ഒരു പ്രശ്നം അതാണ്. ഇത് നിസ്സാരമായി നിങ്ങൾ കണ്ടുകൂടാ. ഞാൻ ചോദിക്കട്ടെ, ഈ ഹിന്ദു ക്ഷേത്രങ്ങളിൽ സ്ത്രീകൾ പ്രവേശിക്കുന്നതിൽ എന്ത് അസംബന്ധമാണ് ഈ പറയുന്നത്? നിങ്ങൾ പരിശോധിച്ച് നോക്ക്. യഥാർത്ഥത്തില് ക്ഷേത്രത്തിൽ പോകുന്നതിൽ 99% സ്ത്രീകളാണ്. ഞാനൊക്കെ ചെറുപ്പത്തിൽ കാണും. എന്റെ നാട്ടിലൊക്കെ മരിച്ചുപോയി പായ്ക്കുട്ടി അമ്മ എന്ന് പറയും. ഞങ്ങള് സുബൈ നിസ്കരിച്ച് ആ സമയം കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങുമ്പോഴേക്ക് പായ്ക്കുട്ടി അമ്മ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുന്ന കുറെ സ്ത്രീകൾ ഉണ്ടാവും. പ്രായം ഒരുപാടായിട്ടു. രാവിലെ കുളിച്ച് അമ്പലത്തിൽ പോയി തൊഴുതു വരും. നിങ്ങളൊക്കെ നാട്ടില് ഈ BJP RSS കാരണം ക്ഷേത്രം പിടിച്ചെടുക്കാൻ വരുന്നത് വരെ ആരാ ക്ഷേത്രത്തിൽ പോയിക്കൊണ്ടിരുന്നത്? പെണ്ണുങ്ങളാണ്. ഇന്ത്യ മഹാരാജ്യത്തിലെ 99.9% ക്ഷേത്രത്തിലും സ്ത്രീകൾക്ക് പ്രവേശനമുണ്ട്. ശബരിമലയിൽ പ്രവേശിക്കരുത് എന്ന് പറഞ്ഞത് കേരള ഹൈക്കോടതിയാണ്? ഇന്ത്യയിലെ സുപ്രീം കോടതിയാണോ? കേരള ഗവൺമെന്റ് ആണോ? അല്ല, അതൊരു വിശ്വാസമാണ്. ശബരിമലയിൽ അയ്യപ്പൻ, നിത്യബ്രഹ്മചാരിയായിട്ടുള്ള അയ്യപ്പൻ അത് ഇഷ്ടപ്പെടുന്നില്ല. ആർത്തവകാലമുള്ള സ്ത്രീകൾ അവിടെ വരരുത് എന്ന് പറയുന്ന വിശ്വാസാണ്. വിശ്വാസികളായ സ്ത്രീകൾ അവർ പോകട്ടെ. ഇതുവരെ ശബരിമലയിൽ അയ്യപ്പ ദർശനത്തിന് പോയിരുന്ന ആ വിശ്വാസം സ്വീകരിച്ചിരുന്ന 10 വയസ്സുള്ള ഒരു പെൺകുട്ടി, 50 വയസ്സിന് മുകളിലുള്ള സ്ത്രീ, അവരുടെ മകൾ, വിശ്വാസിയായ മകൾ, അവർ പോകട്ടെ എന്ന് പറഞ്ഞാൽ ഇതിന് ന്യായമുണ്ട്. ഈ എത്തിസ്റ്റുകളെ അവിടെ കയറ്റുന്നതിന് എന്ത് സയൻസാ ഉള്ളത്? എത്തിസ്റ്റുകളെ. എന്നിട്ട് ഇയാൾ പറയാണ് ഞാൻ നവോത്ഥാന നായകൻ. ആര്? നിങ്ങൾക്കറിയാം, ഈ കോട്ടയത്താണ് കോട്ടയത്തിലെ എന്ന കുമരനെല്ലൂർ ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രപ്രവേശന വിളംബരത്തിന് ശേഷം അവിടെ ദളിതുകളെ കയറ്റില്ല, പട്ടികജാതിക്കാരെ കയറ്റില്ല എന്ന് പറഞ്ഞു. പോലീസ് പല ശ്രമവും നടക്കണില്ല. അവസാനം പോലീസ് ഓഫീസർ അന്ന് ആശ്രയിച്ചത് ആരെയാണെന്നറിയുമോ? മന്നത്ത് പത്മനാഭൻ അവരുടെ, മന്നത്താചാര്യനെ പോയി കണ്ടിട്ട് പറഞ്ഞു അവിടെ കാളെ കയറ്റണില്ല. TV ദേവൻ എന്ന് പറയുന്ന ഒരു പട്ടികജാതിക്കാരന്റെ കൈ കക്ഷത്തോട് ചേർത്ത് പിടിച്ച് പട്ടാപ്പകൽ ആൺകുട്ടിയെ പോലെ തല ഉയർത്തിപ്പിടിച്ച് മന്നത്ത് പത്മനാഭൻ എന്ന് പറയുന്ന നവോത്ഥാന നായകൻ ആ ക്ഷേത്രത്തിനകത്തേക്ക് കയറിപ്പോയി. മന്നത്ത് പത്മനാഭന്റെ അടുത്ത് വന്നപ്പോ പറയാണ്, വൈകുന്നേരം തിരക്കൊക്കെ കൊയ്യിട്ട് അമ്മ കണ്ണി കൊണ്ട് കേട്ട ഒന്ന് ഇരുട്ടായിക്കോട്ടെ, തൽക്കാലം തലയിലൊരു മുണ്ടൂട്ടിട്ട് വാ. നട്ടപ്പാതിരക്ക് 2 പെണ്ണുങ്ങളെ സകലമാന പോലീസും വേഷം മാറിയിട്ട് അമ്പലത്തിൽ കയറ്റിട്ട് അതിന്റെ നവോത്ഥാന നായകനാകുന്നതിനേക്കാൾ നല്ലത് ഇയാൾ വേറെ വല്ല പണി കൊടുത്ത് ജീവിക്കുന്നത്. ഇതാണ് നവോത്ഥാന നായകൻ. കേരളത്തിലെ നവോത്ഥാന നായകന്മാരെ കുറിച്ച് എന്താണ് ഈ സഖാവ് പിണറായി വിജയൻ അറിയാൻ? എന്നിട്ട് കുറെ ആളുകൾ അതിന്റെ പേരിൽ വമ്പിച്ച കുഴപ്പം. അതിനിടയിൽ ആശ്വാസകരമായ ഒരേ ഒരു വാക്ക് കേട്ടത് ശശികല ആത്മഹത്യ ചെയ്യുന്നതാണ്. അതെങ്കിലും ബാക്കിയുണ്ടായിരുന്നു. അങ്ങനെ കുറെ സാധനങ്ങൾ തീർന്നുണ്ടെങ്കിൽ അതെങ്കിലും ഇതിന്റെ ബാക്കിയിട്ടുണ്ടാവുമായിരുന്നു. മാർക്കണ്ഡേയ കക്ഷുവിനെ നിങ്ങൾക്കറിയാം. നീതിന്യായ വ്യവസ്ഥിതിയിലെ ഒരു ധീരമായ ശബ്ദമാണ് കക്ഷുവിൻ്റെത്.
കക്ഷി ഒരു വിശ്വാസിയല്ല, അയാളൊരു എത്തിസ്റ്റാണ്. RSSനെതിരെ ഒരു ന്യായാധിപൻ ഇതുപോലെ പൊരുതിയിട്ടുണ്ടാവില്ല ഇന്ത്യയുടെ ചരിത്രത്തിൽ. ആ മാർക്കണ്ഡേയ കക്ഷി എന്ന് പറയുന്ന ഇന്ത്യയിലെ പരമോന്നതനായ നീതിപീഠത്തിന്റെ തലപ്പത്തിരുന്ന ഒരു വലിയ മനുഷ്യൻ, അദ്ദേഹം പറഞ്ഞു, യഥാർത്ഥത്തിൽ നിങ്ങൾ പഠിക്കേണ്ട വിധി ഹിന്ദു മൽഹോത്രയുടെ വിധിയാണ്. അതാണ് മഹത്തായ വിധി. വിശ്വാസത്തെ മാനിക്കണം. ശരീഅത്തിന്റെ വിധിയാണ് യഥാർത്ഥമായ വിധി. വിശുദ്ധ ഖുർആൻ ജഡ്ജിനോട് പറയാണ്, ജഡ്ജ് വക്കീലിനോട് പറയാണ്, നിങ്ങളുടെ വാദമൊക്കെ എനിക്കറിയാം, അത് ലോജിക്കാണ്. എന്നാൽ മുസ്ലിങ്ങളുടെ കാര്യം തീരുമാനിക്കാൻ അവർ സ്വീകരിക്കുന്നത് വിശുദ്ധ ഖുർആനിനെയാണ്. ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ അകത്തളങ്ങളിൽ നിന്ന് ഷാബാനു കേസിൽ നമ്മളത് കേട്ടിട്ടുണ്ട്. അതുപോലുള്ള വിധികൾ വന്നിട്ടുണ്ട്. ഹിന്ദു മൽഹോത്രയുടെ അടക്കമുള്ള വിധികൾ വന്നിട്ടുണ്ട്. മതപരമായ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഇടപെടരുത് എന്ന് പറയുന്നത് കജുവാണ്. അങ്ങനെ മാറ്റാൻ കോടതി കൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തെ ഒന്നും മാറ്റാൻ കഴിയില്ല. അത് നടക്കുന്ന കാര്യമല്ല, അത് ശരിയല്ല. ഖഡ്ജു അവസാനിപ്പിക്കുന്നില്ല. ഖഡ്ജു ചോദിക്കുകയാണ്, നിങ്ങൾ സുപ്രീം കോടതി ഇടപെട്ട് ഗുരുദ്വാരകളിലെ ആചാരം മാറ്റുമോ? പള്ളിയിലെ ആചാരം മാറ്റുമോ? ചർച്ചിലെ ആചാരം മാറ്റുമോ? അമ്പലത്തിലെ ആചാരം മാറ്റുമോ? നിങ്ങൾക്ക് സാധിക്കുമോ? എന്നിട്ട് അദ്ദേഹം പറയുന്നു, അദൃശ്യവും സൈദ്ധാന്തികവുമായ ലിംഗസമത്വം ഇന്ത്യയിൽ ഒരിക്കലും സ്വീകാര്യമല്ല. അത് യൂറോപ്യൻ രീതിയാണ്. ഞാനീ പറയുന്നത് ഒരു ഹിന്ദുമത വിശ്വാസിയായ ഒരാളാണെങ്കിൽ അതിന് നിങ്ങൾക്ക് വേറെ ന്യായങ്ങൾ പറയാം. ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായ ന്യായാധിപൻ മാത്രമല്ല, ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഒരു എത്തിസ്റ്റ്, അയാൾ പറയുന്നു, ഞാൻ ഒരു വിശ്വാസിയല്ല, ഒരു തരത്തിലും വിശ്വാസിയല്ല. പക്ഷെ എന്റെ മുമ്പിലായിരുന്നു ഈ കേസ് വന്നിരുന്നതെങ്കിൽ വിശ്വാസികൾക്ക് വിരുദ്ധമായി വിധിക്കാൻ ഞാൻ ഉണ്ടാകുമായിരുന്നില്ല. ആക്ടിവിസ്റ്റ് ഭ്രാന്തം പിടിച്ചു നടക്കുന്ന കേരളത്തിലെ ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഇതൊന്നും കേൾക്കുന്നില്ലേ? മനസ്സിലാവണില്ലേ? എന്തിനു വേണ്ടിയാണ്? നിങ്ങൾ പരിശോധിച്ച് നോക്ക്. നിലം പരിശായി പോയ ഒരു സംഘടനയായിരുന്നു BJP. തകർന്നു നാറാണക്കല്ലെടുത്തു. അവര് ചെയ്യുന്ന സമരം മുഴുവൻ പരിഹാസ്യമായി. അതിനിടയിൽ പ്രൊമോട്ട് ചെയ്യാവുന്ന ഏർപ്പാടൊക്കെ നടത്തി നോക്കി. നടയിൽ കൊണ്ടുപോയിട്ട് എന്താണ് മൈക്കൊക്കെ വെച്ചു കൊടുത്തു. മറ്റേ ഇയാൾക്ക് തില്ലങ്കേരിക്ക് എല്ലാ ഏർപ്പാടും ചെയ്തു. ഒന്നും നടക്കുന്നില്ല എന്ന് വന്നപ്പോ പിന്നെയും ചട്ടത്തിനൊക്കുമേ ജീവിച്ചിരിക്കുമെന്ന രൂപത്തിൽ നിൽക്കുന്ന ഈ BJP രണ്ടാമത് വെള്ളം കൊടുത്തെഴുന്നേൽപ്പിച്ചത് പിണറായി വിജയനാണെന്ന് മാത്രമല്ല, അത് യാദൃശ്ചികതയല്ല. ഞാൻ ഉറപ്പിച്ചു പറയുന്നു. കണ്ണൂർ ജില്ലയിലെ CPM രാഷ്ട്രീയത്തെ അറിയുന്ന ഒരാൾ എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നു, യാദൃശ്ചികതയല്ല, ആസൂത്രണമാണ്. കേരളത്തിൽ കോൺഗ്രസിനേക്കാൾ ശക്തി പ്രാപിക്കാവുന്നതോ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നതോ ആയ ശക്തിയായി BJP വളർത്തണം. എന്തിന്? CPM-നെ ഭരിക്കാൻ. പൊട്ടത്തരല്ലേ എല്ലാം പറഞ്ഞത്? ഞാൻ ചോദിക്കട്ടെ, ഇയാളുടെ എന്താണ് ഇയാളെ പ്രസംഗം ഉണ്ടായിരുന്ന തിരുവനന്തപുരം. ആ പ്രസംഗത്തിൽ ഇയാൾ പറയാൻ സ്ത്രീ സമത്വം അതാണ് മതിലിന്റെ ലക്ഷ്യം. എന്തൊരു പൊട്ടത്തരമാണ് ഈ 2019 ഇയാൾ പറയുന്നത്. പറഞ്ഞ 18 കണ്ടി ഉത്തരി കണ്ടെന്ന് പ്രസംഗിക്കുകയാണ്. സ്ത്രീ സമത്വം എന്ന് പറയുന്നത് പുരുഷ മേധാവിത്വത്തിന്റെ ഭാഷയാണ്. സ്ത്രീ സമത്വം മാത്രം മതിയോ? അതിന്റെ അർത്ഥം എന്താ? സ്ത്രീകൾ വളർന്നോളൂ, നമ്മൾ ഒപ്പരപ്പതി അതിന്റെ അപ്പുറത്തേക്ക് പോയി സമത്വം. അതിന്റെ മോൾക്ക് വളർന്ന എന്താ? അതിന്റെ മോൾക്ക് സ്ത്രീകൾ വളർന്നോട്ടെ. നിങ്ങള് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു, മുസ്ലിങ്ങളെ ക്രിസ്ത്യാനികളൊന്നും അതിനുമ്പോ കൂട്ടൂല. ഈ വെള്ളാപ്പള്ളി പോലത്തെ ഒരു എന്താണ് ഈ ദുർമേധസ് മോന്തി ജീവിക്കുന്ന ഒരു തന്നെ കൂടെ പോയിട്ട് മതിൽ നിൽക്കേണ്ട ഗതികൾ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനിക്കൊന്നും ഇല്ല. നവോത്ഥാൻ എന്ന് പറയുന്നത് എന്താണെന്ന് ഇയാൾക്ക് അറിയോ? എന്നാ വന്നിട്ട് കുറ്റിയാടിയൊക്കെ ഒന്ന് നോക്ക്, കളിപ്പറമ്പിലൊന്ന് പോയി നോക്ക്, ഫറൂഖിലൊന്ന് പോയി നോക്ക്. സ്ത്രീകൾ പുരുഷനൊപ്പമല്ല. ഞങ്ങൾ എവിടുന്ന വന്നെന്നറിയോ? മഹാനായ പൂക്കോയ തങ്ങള് കാഞ്ഞങ്ങാട്ടിലെ അവസാനത്തെ പ്രസംഗം എന്താ പറഞ്ഞെന്നറിയോ? മുസ്ലിം സഹോദരന്മാരെ സഹോദരിമാരെ, നിങ്ങളെ പെൺകുട്ടികള് 10ാം ക്ലാസ് വരെയെങ്കിലും പഠിപ്പിക്കണം. അവിടുന്നാ തുടങ്ങിയത്. നവോത്ഥാന നായകൻ പിണറായി വിജയ പഠിച്ചോ? കേരളത്തിലെ കോളേജിൽ പോയി 80% ഫറൂഖ് കോളേജിൽ മുസ്ലിം പെൺകുട്ടികളാണ്. PSM കോളേജിൽ മുസ്ലിം പെൺകുട്ടികളാണ്. സർഫീദ് കോളേജിൽ മുസ്ലിം പെൺകുട്ടികളാണ്. കോഴിക്കോട് ആർട്സ് കോളേജിൽ, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ, കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജിൽ പെൺകുട്ടികളെ ഇങ്ങനെ തട്ടോട്ട് പഠിക്കണം. നിങ്ങൾ ഇങ്ങനെ ഗൾഫിൽ വന്നിട്ട് ഇങ്ങനെ പൈസ ഉണ്ടാക്കി, എന്നിട്ട് മക്കളെ നാട്ടിലേക്ക് പറഞ്ഞയച്ചു നോക്കുമ്പോ ഓന് +2 പെണ്ണ് തെരഞ്ഞിട്ട് കിട്ടണ്ടേ? ഞാൻ ഒരു കാര്യങ്ങൾ പറയട്ടെ, സത്യങ്ങളൊന്ന് പരിശോധിക്കും. ഒറ്റ ചക്കമാർക്ക് നിങ്ങളെക്കാൾ ക്വാളിഫിക്കേഷൻ പെൺകുട്ടികൾ മാത്രമേ പോരുള്ളൂ. ഉറപ്പാണ്. പുറത്താരോട് പറഞ്ഞിരുന്നു സത്യത കിട്ടണില്ല.
പെൺകുട്ടികളൊക്കെ പഠിച്ചുകൊടുക്കാണ്, അലാക്കിന്റെ പഠിത്തം പഠിക്കുകയാണ്. പറഞ്ഞത് അപ്പടെ ഈ പിണറായി വിജയൻ പറയുന്നില്ല, ഓത്താനം മുസ്ലിം പെൺകുട്ടികൾക്ക് ആർക്ക് പറഞ്ഞോ മുഖ്യമന്ത്രി നല്ല ഈ പറഞ്ഞത് ഓത്താനം. ഞങ്ങളൊക്കെ പെൺകുട്ടികൾ ഞങ്ങളെക്കാളൊക്കെ ഒരുപാട് ഉയരത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് നിൽക്കുകയാണ്. ആകാശത്തിൽ ലോകം കാണാത്ത നക്ഷത്രമുണ്ടെന്ന് പറഞ്ഞത് CHന്റെ പേരക്കുട്ടിയായി വരാൻ പ്രായമുള്ള നമ്മളുടെ മലപ്പുറത്തിലെ ഒരു മാപ്പിളക്കുട്ടിയാണ്. അറിയോ നിങ്ങൾക്ക്? പൊന്നാനിയിൽ ഒരു കുട്ടിന്റെ കഥ ഞാൻ പറയാറുണ്ട്. ഞാൻ അവാർഡ് കൊടുത്തിട്ടുണ്ട് ആ കുട്ടിക്ക്. കേട്ടിയോ ഞങ്ങളൊക്കെ ഉള്ള ഒരു പരിപാടിക്ക് ഞങ്ങൾ അവാർഡ് കൊടുത്തു കോഴിക്കോട്. ഞാൻ അവാർഡ് കൊടുത്തിട്ടുണ്ട്. എന്താ നിങ്ങള് ആ കുട്ടി വലിയ മാർക്കിൽ SSLC ജയിച്ചു, പിന്നീടും പഠിച്ചു. ശമ്പളത്തിലാണ് നിങ്ങള് ബേജാറാവരുത്. അന്ന് 6 കൊല്ലം മുമ്പാണ് 12 ലക്ഷം രൂപ. കുറച്ച് കാലം കഴിഞ്ഞപ്പോ ഞാൻ ട്രെയിനിൽ വരുമ്പോ കുട്ടിയുടെ വാപ്പാനെ കണ്ടു, സഹോദരിയുടെ വാപ്പാനെ കണ്ടു. വാപ്പാനെ ചോദിച്ചോ മോളെ ഇപ്പൊ വേറൊരു കമ്പനിയിലാണ്, അമേരിക്കൻ കമ്പനിയിലാണ്. ഞാൻ ചോദിച്ചു കല്യാണം, അതൊരു പ്രശ്നം. ഒരു 10 ലക്ഷം രൂപയിലും കിട്ടുന്ന ഒരു പുയ്യാപ്പള്ള കുട്ടികൾ പഠിച്ചു തുടങ്ങി. ഇയാള് മാപ്പിള കുട്ടികളെ വന്നിട്ട് നവോത്ഥാനം ഉണ്ടാക്കാൻ വരികയാണ് ഒരു മുഖ്യമന്ത്രി. ഇത് പരിശോധിച്ച് നോക്കി. അതിന് പറ്റിയവരെ കൂലിത്തല്ലുകാരന്റെ വൃത്തികെട്ട പ്രസംഗം കൊണ്ട് സമുദായത്തെ ഉണ്ടാക്കാൻ കഴിയുന്നു. നിങ്ങൾ ആരുടെ കളിക്കേണ്ടത്? ഞാൻ ചോദിക്കട്ടെ, എന്താ ഈ നവോത്ഥാനം എന്ന് പറയണത്? നിങ്ങൾ പറ, നിങ്ങൾ ഇതൊന്നും പറയാ. സ്ത്രീകൾ ബഹുമാനിക്കപ്പെടണം, അതാണ്. ഞങ്ങൾ സ്ത്രീകളെ ബഹുമാനിക്കുന്നവരാണ്. ആ ബഹുമാനം എന്ന് പറയുന്നത് അതുകൊണ്ട് അവർ പഠിക്കണത്, അവർ ഉന്നതങ്ങളിൽ എത്തുന്നത്, അവരിന്ന് നിങ്ങളെ വടകരയിൽ നിന്നടക്കം വന്നിരിക്കുന്ന കുട്ടികളില്ലേ IAS കേരളത്തിൽ അടുത്ത കാലത്ത് വന്നിരിക്കുന്ന 7 പേരിൽ 7 മുസ്ലിങ്ങളിൽ കഴിഞ്ഞ 5 കൊല്ലത്തിനിടയിൽ അതിൽ 5 പേര് മുസ്ലിം പെൺകുട്ടികളാണ്. അറിയോ നിങ്ങള്? ഇവിടുന്ന് സിവിൽ സർവീസ് പരീക്ഷ എഴുതിയിട്ട് വന്നിരിക്കുന്നവര്. സ്ത്രീ പ്രാതിനിധ്യം നമുക്കതും പറയാം. സ്ത്രീ പ്രാതിനിധ്യത്തെ കുറിച്ച് ഈ സഖാവ് പിണറായി വിജയൻ ഒന്നും പറഞ്ഞു തന്നാൽ തർക്കമില്ല. എങ്ങനെയാണ് എന്താണ് പ്രാതിനിധ്യം? ആരൊക്കെയാണ് സ്ത്രീ പ്രാതിനിധ്യത്തിന് മുമ്പിൽ നിൽക്കുന്നത്? നിങ്ങൾ വലിയ വർത്താനം പറയണില്ലേ സഖാവ് പിണറായി വിജയൻ? കോൺഗ്രസ് തല്ലിപ്പൊളി, ഭയങ്കര ബുദ്ധിജീവികള്, സംഭവമാണ് കോൺഗ്രസ് സാധുക്കള്. എന്നാൽ കോൺഗ്രസിലെ സ്ത്രീ പ്രാതിനിധ്യത്തെ കുറിച്ച് അറിയോ? ഇന്ത്യന്റെ പ്രധാനമന്ത്രി അതല്ലേ വലുത്? സ്ത്രീയായിരുന്നു ഇന്ദിരാഗാന്ധി. ചിന്തിക്കാൻ പറ്റുമോ നിനക്ക്? ചിന്തിക്കാൻ പറ്റുമോ? കഴിഞ്ഞ 2 ടേമിന് മുമ്പാണ് മറ്റൊരു സ്ത്രീയുടെ മുമ്പിൽ ഇന്ത്യ മുഴുവൻ സ്വർണ്ണ തലികയിൽ കൊണ്ടുപോയി പ്രധാനമന്ത്രിയുടെ പദം വെച്ച് കൊടുത്തു സോണിയാഗാന്ധിയുടെ മുമ്പിൽ. വേണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ എന്ത് കുടുംബാധിത്യം പറയുമ്പോൾ ആധിപത്യത്തെ കുറിച്ച് സംസാരിക്കുമ്പോഴും കോൺഗ്രസിനകത്ത് ഇന്ന് എന്താണ് നമ്മളുടെ രാഹുൽ ഗാന്ധിയുടെ സഹോദരി പ്രിയങ്ക ഗാന്ധി വന്നാൽ അതിനകത്ത് വലിയ ശബ്ദമാണ്. അവർ ബഹുമാനിക്കുന്നവരെ, ആദരിക്കുന്നവർ അവരുടെ. അപ്പൊ നിങ്ങൾ പറയും നമ്മളില്ലേ പോളിറ്റ് ബ്യൂറോയിൽ ആര് പ്രകാശ് കാരാട്ടിന്റെ ഭാര്യ വെറുതെ പലർക്കും ഒപ്പരം കൂട്ടണല്ലോ, ഒരാടെ ആരുമില്ലല്ലോ, വീട്ടിലാരുമില്ലല്ലോ, ഒരു 2 ആളുകളേ ഉള്ളൂ. അവര് കുട്ടികളെ വേണ്ടാന്ന് തീരുമാനിച്ചു, കൽപ്പിക്കാൻ കുട്ടികളില്ല, പിന്നെ ഒപ്പരം പോകലാണ് ചെയ്യുന്നത്. വേറെ എന്തിനാ വന്നത്? പിന്നെ ആരാ ഉള്ളത് നിങ്ങളുടെ പാർട്ടിക്കകത്ത്? സ്ത്രീ സമത്വത്തെ കുറിച്ച് കേരളത്തിൽ 14 ജില്ലയുണ്ട്. 14 ജില്ലയിൽ ഏതെങ്കിലും ഒരു ജില്ലയിൽ നിങ്ങൾക്ക് പാർട്ടി സെക്രട്ടറി ഉണ്ടോ? പെണ്ണുങ്ങൾ കോൺഗ്രസിന് DCC പ്രസിഡന്റ് ഉണ്ട്, കോൺഗ്രസിന് DCC പ്രസിഡന്റ്. നിങ്ങൾ ലീഗ് എന്താ? ഞങ്ങൾ ഈ സമത്വം കൂട്ടാനൊന്നും പകുതിയില്ലല്ലോ. പിന്നെ ഞങ്ങളുടെ ഞങ്ങൾ ഈ മതിലുണ്ടാക്കാൻ നടന്നിട്ടില്ലല്ലോ, ഞങ്ങൾ വിടുവാറ്റം പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ കാണുന്ന സ്ത്രീ സമത്വം നീ കാണുന്ന മതിലിന്റെ മുകളിൽ കയറിയുള്ള ചാട്ടല്ല, മനസ്സിലായില്ലേ? അത് വേറെയാണ്. അതാ പറഞ്ഞത് ഞാൻ നേരത്തെ. ഞങ്ങളുടെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം, അവരുടെ കാഴ്ചപ്പാട്, അവരുടെ വളർച്ച, സാമൂഹികമായി, വിദ്യാഭ്യാസപരമായി, സാംസ്കാരികമായി അവരുടെ ഔന്നത്യം ഞങ്ങൾ കാണുന്ന എന്താണ് നവോത്ഥാനമാണ്. ഞാൻ കുറച്ച് പേര് പറയാം. സുജേത അക്രബലാനി, നന്ദിനി സപ്തതി, ശശികല കാക്കോദർ, അൻവർ തമർ, ജാനകി രാമചന്ദ്രൻ, ജയലളിത, മായാവതി, രജീന്ദ്ര കൗർ, രാബ്രി ദേവി, സുഷമ സ്വരാജ്, ഷീല ദീക്ഷിത്, ഉമാ ഭാരതി, വസുന്ധര രാജ, മമതാ ബാനർജി, ആനന്ദി ബെൻ, മെഹബൂബെ മുഫ്തി. ഇത് 16 പേർ. ഒറ്റൊന്നും അറിയത്തില്ല. എന്നാൽ 17ാമത്തെ പേര് വരേണ്ടിയിരുന്നത് ആരായിരുന്നു? സുശീല കുമാരൻ. 18ാമത്തെ പേര് വരേണ്ടിയിരുന്നത് ഗൗരിയമ്മ. അന്ന് നിങ്ങൾ ഏലംകുളം കൃഷ്ണനായരെ കൊണ്ടുവന്നിട്ട് ജാതിയുടെ പേരിൽ ആ പെണ്ണുങ്ങളുടെ അവസരം നിഷേധിച്ചു. എന്നിട്ടൊരു പോങ്ങൻ, എന്നിട്ട് പിണറായി വിജയൻ വന്നിട്ട് ഇപ്പൊ പുതിയ കാലത്ത് വന്നിട്ട് പറയുന്നു ഞങ്ങള് നവോത്ഥാനം ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. സഖാവ് പിണറായി വിജയ, US കോൺഗ്രസിനകത്ത് 2 പെണ്ണുങ്ങൾ തെരഞ്ഞെടുക്കപ്പെടുന്ന ചരിത്രത്തിൽ ആദ്യമായിട്ട്. പേര് റാഷിദ ലൈബ്, ഇൽഫാൻ ഉമർ. വിവരം അറിയാൻ വേണ്ടി പറഞ്ഞു. ഇതൊന്നും നോക്കലുണ്ടാവില്ല. നവോത്ഥാനം 2018 വരുമ്പോ അമേരിക്കൻ കോൺഗ്രസിൽ 2 മുസ്ലിം വനിതകൾ ചരിത്രത്തിൽ ആദ്യമായി. നിങ്ങൾ ഇപ്പം അതിന്റെ പണി തീർന്നിട്ടില്ല.
നിങ്ങൾ ഇപ്പോഴും ആരെ കൂട്ടിയിട്ട് സുഗതനെയും ഈ പറയുന്ന വെള്ളാപ്പള്ളിനെയും കൂട്ടിയിട്ട് മതിലുണ്ടാക്കാണ് ഈ പിന്തിരിപ്പൻ പിണറായി വിജയൻ. എന്നിട്ട് പറയാൻ അവോത്താന നായകൻ. ആ കുടുംബശ്രീ സ്ത്രീകളൊക്കെ നിങ്ങൾ ആലോചിച്ചു നോക്കും. പാവങ്ങളല്ലേ അവര്. TV ചാനൽ പോയിട്ടുണ്ട്, നിങ്ങൾ എന്തിനാ അവിടെ നിൽക്കുന്നത്? നിങ്ങൾ ഓരോട് ചോദിച്ചു, എന്തിനാ അവോത്താന സഖാവ് പിണറായി വിജയൻ? എന്ത് ഉളുപ്പില്ലാത്ത അവോത്താന. വന്നവർക്കും അറിയില്ല, പോയവർക്കും അറിയില്ല. ഈറ്റുകളെ ഭീഷണിപ്പെടുത്തി കൊണ്ട് ഉണ്ടാക്കി മതിലുണ്ടാക്കിയിട്ട് എന്ത് ഉണ്ടാക്കാനാണ് നിങ്ങൾ നടക്കുന്നത്? ഇയാൾ ഉളുപ്പ് എന്ന് പറഞ്ഞ സാധനം ഈ മനുഷ്യനില്ലേ? സാമാന്യ ബോധം എന്ന് പറഞ്ഞ ഈ മനുഷ്യനില്ലേ? എന്നിട്ട് ഈ കുടുംബശ്രീ എന്തൊരു സങ്കടമാണ് സത്യത്തിൽ നമ്മുടെ നാട്ടിലെ കുടുംബശ്രീ. കുറെ സ്ത്രീകൾക്ക് ഒരു വിപ്ലവത്തിന്റെ ഒരു വിമോചനമാണ് ശരിക്കും ഈ കുടുംബശ്രീ എന്നൊക്കെ പറയുന്നത്. അവരൊക്കെ ഒന്ന് രക്ഷപ്പെട്ട് വീട്ടിൽ നിന്നൊക്കെ ഒന്ന് എന്തെങ്കിലുമൊക്കെ പണിയെടുത്ത് ഒരു സഹകരണ സംഘമൊക്കെ ഉണ്ടാക്കി പോവാണ്. എന്നാൽ സത്യത്തിൽ ഇവർ ചെയ്യുന്ന എന്തായാലും മന്ത്രിമാരുടെ പ്രസംഗം കേൾക്കലാണ് ഈ സാധുക്കളുടെ കാര്യപ്പെടുത്തുകയിൽ. ഞാൻ എൻ്റെ മണ്ഡലത്തിൽ പറയാറുണ്ട്, നിങ്ങൾ ദയവീത് എന്റെ പരിപാടി ആളെ കൂട്ടാൻ ഈ സാധുക്കളെ വിളിക്കരുത്. ഈ ആളെ കൊടുത്തിട്ട് ഇങ്ങനെ മന്ത്രിമാർ, അല്ലെങ്കിൽ ഈ മന്ത്രിമാരെ പ്രസംഗം 1.5 മണിക്കൂറാണ് വരുമ്പോൾ